ഹരിദ്വാറിലെ ഗംഗാനദിയുടെ വ്യൂ ആണ്. ഏറെക്കുറെ ശാന്തമാണ് ഇവിടെ, അത്ര വലിയ ഇതില്ല. അവിടെ കുറച്ച് വെള്ളമേ കാണുന്നുള്ളൂ. നദിയുടെ പകുതിയും വേക്കൻ്റായിട്ട് കാണുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു തോട് പോലെയൊക്കെ ഇപ്പോൾ എല്ലാം ഗട്ട്സ് ആയിട്ട് ഓരോരുത്തർ കയ്യേറിയിട്ട് ഗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരിൽ ഓരോ ഏരിയ തിരിച്ചാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രൈവറ്റ് അല്ല പബ്ലിക് ഗട്ടാണ്. ചെറിയൊരു ക്ഷേത്രം ഇവിടെ ഉണ്ട്, ശിവക്ഷേത്രമാണ്. 8:30 ഹരിദ്വാറിൽ നിന്ന് പുറപ്പെട്ടു. നല്ലൊരു ബസ്സാണ്. ഗംഗാനദി ആണെന്ന് തോന്നുന്നു, സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇടയ്ക്ക് പാലങ്ങളൊക്കെ ചിലടത്ത് വളരെ വലിയ പാലങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ സാമാന്യം വലിയ പാലമാണ്. പിന്നെ ഒരു സമാധി സ്ഥലങ്ങൾ, സന്യാസിമാരുടെ മഠങ്ങൾ, ആശ്രമങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അത് തന്നെയാണ് പൊതുവെ ഒരു വൃത്തിഹീനമായ സ്ഥലം ആണെന്ന് തന്നെ പറയേണ്ടി വരും. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ഹരിദ്വാർ വളരെ വൃത്തിഹീനമാണ്. പക്ഷെ അവര് കുറെയൊക്കെ കൺസ്ട്രക്ഷൻ രീതി നോക്കുകയാണെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഇതൊക്കെ ഈ ഗട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ഗട്ട്സ് എന്ന് പറയുന്ന നദിയിൽ ഇറങ്ങുന്ന സ്റ്റെപ്പുകൾക്കാണ് ഈ ഗട്ട് എന്ന് പറയുന്നത്. അത് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ആശ്രമക്കാരും അല്ലെങ്കിൽ ഈവൻ ചില വ്യക്തികൾ വരെ ചിലപ്പോൾ മരിച്ചുപോയ അച്ഛൻ്റെ പേരിലൊക്കെ ഓരോ ഘാട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഈ അന്ത്യക്രിയകളും അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് അവിടെ പോയി ചെയ്യാം. അങ്ങനെയൊക്കെ അതിനുള്ള ഫെസിലിറ്റി, അങ്ങനെയുള്ള ഘട്ടുകൾ വളരെ നല്ല രീതിയിൽ ടൈൽസൊക്കെ ഇട്ട് നന്നാക്കി ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ വീതി കൂടിയതായിട്ടാണ് കാണുന്നത്. കാണും ചാർധാം മന്ദിർ, മിത്തൽ ധാം, ഓരോ അമ്പലങ്ങൾ പണിതാണ്. ആരോ ഒരുപാട് അമ്പലങ്ങളുണ്ട്. എന്താണെന്നുള്ള പുണ്യ സ്ഥലമാണെന്നാണ് പറയുന്നത്. ഹരിയുടെ ദ്വാരം, അതായത് ഹരിയിലേക്ക് പോകാനുള്ള ദ്വാരം. ദ്വാരം എന്ന് പറഞ്ഞാൽ ഇവിടെ വാതിൽ എന്നുള്ള അർത്ഥമാണ്. ഈശ്വരിലേക്ക് പോകാനുള്ള വാതിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒരു സിറ്റി ആയിട്ട് മാറി. ഗംഗാനദി ശുദ്ധീകരിക്കുന്നതിന്റെ ഒരു ഇതുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതിന്റെ ഓഫീസിന്റെ മുമ്പിലാണ് ഞാൻ ആദ്യമേ നിന്നിരുന്നത്. നമ്മുടെ പമ്പിങ് സംവിധാനങ്ങളൊക്കെ കണ്ടു, പക്ഷെ എങ്ങനെയാണെന്ന് പറഞ്ഞൂടാ. ഹരിദ്വാർ വിട്ടു മുന്നോട്ട് പോയിക്കൊണ്ട് ഡൽഹിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൃഷിയിടങ്ങളുണ്ട്, നല്ല നന്നായിട്ട് കൃഷി ചെയ്യുന്നു. ഇടയ്ക്ക് കാട് പോലെ മരങ്ങളും കാണാം, പക്ഷെ നല്ല കൃഷി നടക്കുന്നുണ്ട്. എന്താണ് കൃഷി ചെയ്യുന്നുള്ളത് അറിഞ്ഞൂടാ. ഹരിദ്വാറിന്റെ ടെമ്പറേച്ചർ രാവിലെ ദേശീയ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ പകലത്തിനൊക്കെ ചൂടാണെന്ന് തോന്നി. ഞങ്ങൾ വരുമ്പോൾ വളരെ ചൂട് കൂടുതലായിരുന്നു. മല ഇറങ്ങി താഴോട്ട് വന്നപ്പോൾ ഭയങ്കര ചൂട്, 12 പോയി. പക്ഷെ ഹരിദ്വാറിലേക്ക് ഇപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ പോയി. മഴ പെയ്യുമ്പോൾ ഇവിടെ പെട്ടെന്ന് ടെമ്പറേച്ചർ പോയി. രാത്രി അത്ര വലിയ ടെമ്പറേച്ചർ പോകുന്നില്ല. രാവിലെ നേരിയ തണുപ്പും അനുഭവപ്പെടും. എന്നുവെച്ചാൽ ഇവിടെ ചെറിയൊരു തണുപ്പേ ഉള്ളൂ, വലിയ സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അങ്ങനെ ചെറിയൊരു കംഫർട്ടബിൾ അങ്ങനെ പറയാൻ പറ്റും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ നല്ല ഹൈവേ ഇവിടെ നല്ല രീതിക്കുണ്ട്. ഇവിടെ റോഡിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഇവിടെ പല ടാക്സുകളുള്ള വഴികളുണ്ട്. ഇവിടെ ഒരു വയലിലാണ് ഇവിടെ വണ്ടി നിർത്തി. എന്തിൻ്റെ വയലാണെന്ന് അറിഞ്ഞു, ഗോതമ്പാണോന്ന് അറിഞ്ഞില്ല. വയലിനകത്ത് ഇവിടെ കുറെ ഫ്രൂട്ട്സ് വാങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ. മെയിനായിട്ട് മാങ്ങയും പിന്നെ ലിച്ചി. ഇതാണ് ഞാൻ വാങ്ങിയ ലിച്ചി. ഇലയോട് കൂടിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഞാനിത് കഴിച്ചു. ഇത്രയും നല്ല ലിച്ചി ഞാൻ ഇത്ര വലിപ്പത്തിലുള്ള ലിച്ചിയും കണ്ടിട്ടുമില്ല, ഇത്ര നന്നായിട്ട് കഴിച്ചിട്ടുമില്ല. നല്ല ടേസ്റ്റ് എന്ന് പറയാൻ നല്ല ടേസ്റ്റ്.